ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂരാഘോഷം ഭയങ്കര കൊള്ളായിട്ടോ. ഞങ്ങളുടെ പൂരം അങ്ങോട്ട് മഴ കൊണ്ടുപോയി. മഴയും ഇടിയും മിന്നലൊക്കെ ആയിട്ടുള്ളൊരു പൂരമായിരുന്നു ഇപ്രാവശ്യത്തെ ഉണ്ടായിരുന്നു. രാവിലെ അമ്പലത്തിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കാളേനെ തൊഴിയിക്കലുണ്ട്. അപ്പോൾ അത് തൊഴിയിക്കാൻ പോവുകയാണ്. പറമ്പന്നൂർ ദേശമാണ്, ഞങ്ങളുടെ ദേശം പറമ്പന്നൂരാണ്. പറമ്പന്നൂർ ഏറിയൊരു ദേശമാണ് കേട്ടോ ഫസ്റ്റ് പോയി തൊഴിയിക്കുക. അത് രാവിലെ പൂരം പുറപ്പെടും, ഒരു പകൽപ്പൂരം എന്നൊക്കെ പറയുന്ന പോലെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 6 മണി 6:30 ആകുമ്പോഴാണ് പൂരം സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങളെ വീട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയ കാരണം ഞങ്ങളെല്ലാ പൂരം പോയി കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞങ്ങൾ അമ്പലത്തിൽ പോകൽ. പൂരം പിന്നെ അവിടുന്ന് വരാൻ 9 മണി 10 മണിയൊക്കെ ആവും. അപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈമിനായിട്ട് പോവുക. അത് ഇപ്രാവശ്യം ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ പറ്റിയില്ലേ. കാരണം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും നല്ല മഴ പെയ്തു. കാരണം ഞങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റിയില്ല. എന്നാൽ ഒരുവിധം പൂരങ്ങളൊക്കെ അവിടെ നിന്നാണ് കണ്ടത്. പിന്നെ മിന്നലേറ്റ് ഒരുപാട് പേർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 3 പേർക്ക് പരിക്കേറ്റു ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പം ഞങ്ങളുടെ പൂരം അങ്ങനെ മഴ അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മൾ ഓരോ വർഷവും ഒരു പൂരം കഴിയുമ്പോൾ അടുത്ത പൂരത്തിനായിട്ട് കാത്തിരിക്കുക. അങ്ങനെ ഒരാഴ്ചയായിട്ട് ഈ പൂരം തന്നെയായിരുന്നു കേട്ടോ. കാരണം ദേശപ്പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പൂരത്തിരക്കും ഒക്കെ ആയി അങ്ങനെ കാത്തിരുന്ന പൂരം അങ്ങോട്ട് കൊളായി. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഞാൻ വീഡിയോ ചെയ്യണോ പോസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പിന്നെ തോന്നി പോസ്റ്റ് ചെയ്തേക്കാൻ തോന്നി. അങ്ങനെ കേട്ടോ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയ വീഡിയോസൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഏറിയൂർ പൂരം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അതൊന്നും പറയുന്നില്ല. താങ്ക് യു.